വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രം അതിസങ്കീർണമാണ്. അതിൻ്റെ യാത്ര ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ളതാണ്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവുമുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ദൈവം എങ്ങനെ നയിച്ചു എന്നും ആ ജനം എന്നാൽ പിന്നീട് പല സമയങ്ങളിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെയും ദൈവത്തോട് ചെയ്ത ഉടമ്പടിയെയെല്ലാം മറക്കുകയും അന്യദൈവങ്ങളെയും ദേവന്മാരെയും ആരാധിക്കുകയും ഏതെങ്കിലും കാലഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുന്ന ചില വ്യാജ പ്രബോധനങ്ങളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ദൈവം നല്ല ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഏറ്റവും ശക്തമായി ഇവർക്ക് വേണ്ടി സംസാരിച്ച ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിന്ന് പ്രവാചകന്മാർ അനവധി ഉണ്ടായിരുന്നു ഇസ്രായേലിൽ. എന്നാൽ പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകന്മാർ 18 എണ്ണമാണുള്ളത്. 18 പുസ്തകങ്ങളാണ് പ്രവാചക പുസ്തകങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അതിൽ 4 വലിയ പ്രവാചകന്മാരും 13 ചെറിയ പ്രവാചകന്മാരും അതോടൊപ്പം വിലാപങ്ങളുടെ പുസ്തകം കൂടെ ചേർന്നാണ് 18 പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത്. എസക്കിയേൽ, യേശയ്യ, ജെറമിയ, ദാനിയേൽ എന്ന 4 വലിയ പ്രവാചകന്മാരും ഈ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്ന് തരംതിരിക്കപ്പെടുന്നത് ഒരേ ഒരു കാരണത്തിലാണ്. അവരെഴുതിയ പുസ്തകങ്ങളുടെ വലിപ്പത്തിൻ്റെ ബേസിൽ തന്നെയാണ്. അവർ ചെയ്ത ദൗത്യത്തിനെയോ അല്ലെങ്കിൽ മറ്റൊന്നിനെയും കുറച്ചോ കൂട്ടിയോ കണ്ടിട്ടല്ല, പുസ്തകങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചിട്ടാണ് അല്ലെങ്കിൽ അത് ആധാരമാക്കിയാണ് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും കണക്കാക്കപ്പെടുന്നത്. ചെറിയ പ്രവാചകന്മാരുടെ പേരിൽ ബാറൂക്ക്, ഹഗ്ഗായി, ആമോസ്, സക്കറിയ, ഹോസിയ, സഫാനിയ, മിഖ, ഹബക്കുക്ക്, നാഹൂം, ഒബാദിയ, ജോയേൽ, യോന, മലാക്കി, ഇങ്ങനെ 13 പ്രവാചകന്മാരാണുള്ളത്. ഈ പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകന്മാരിൽ ഭൂരിഭാഗത്തിനെ നമുക്ക് മനസ്സിലാകുമ്പോൾ ബാബിലോൺ പ്രവാസത്തിന് മുമ്പ്, ബാബിലോൺ പ്രവാസത്തിൽ അഥവാ ബാബിലോൺ പ്രവാസത്തിന് ശേഷം, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാവുന്നതാണ്. പ്രവാസത്തിലുള്ള പ്രവാചകന്മാർ പ്രവാസത്തിൽ കിടക്കുന്ന ഈ ജനത്തിനെ ധൈര്യപ്പെടുത്തുമ്പോൾ ജെറമിയായെപ്പോലെ പ്രവാസത്തിന് മുമ്പ് പ്രവചിക്കാൻ തുടങ്ങിയവർ വരാൻ പോകുന്ന വലിയ ദുരന്തത്തെ കാണിച്ചു കൊടുക്കുകയും വിഗ്രഹാരാധനയിൽ നിന്നും അനീതിയിൽ നിന്നും ദൈവജനം പിന്തിരിയണമെന്ന് ശക്തമായി പ്രവചിക്കുകയും ചെയ്തു. നമുക്കറിയാം, ജെറമിയായുടെയൊക്കെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകളെ വിലാപങ്ങൾ എന്ന പുസ്തകം തന്നെയുള്ളത്. ജെറമിയ പ്രവാചകനെ കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പോലും. ഇസ്രായേലിനെ ഓർത്ത് വിലപിക്കുന്ന, ജെറുസലേമിനെ ഓർത്ത് വിലപിക്കുന്ന പ്രവാചകൻ. കാരണം തൻ്റെ ജനത്തിന് വരാൻ പോകുന്ന നാശം കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. പക്ഷേ ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. കള്ളപ്രവാചകന്മാർ രാജാവിനെയും ജനങ്ങളെയും വഴിതെറ്റിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ജെറുസലേമിൽ നിന്ന് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപ നഷ്ടമാകില്ലെന്നാണ്. പ്രവാചകൻ വരാൻ പോകുന്ന ദുരന്തങ്ങളെ സത്യസന്ധമായി പ്രവചിക്കുമ്പോൾ കള്ളപ്രവാചകന്മാർ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ഇഷ്ടത്തിന് പ്രവചിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ജെറമിയയുടെ കാലഘട്ടം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജെറമിയയുടെ ശബ്ദം വളരെ കുറഞ്ഞു പോവുകയും കള്ളപ്രവാചകന്മാരുടെ ശബ്ദം കൂടി വരികയും ചെയ്തു. കാരണം ജെറമിയ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കള്ളപ്രവാചകന്മാർ രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ അധികാരത്തോടെ ഒത്തിരിയേറെ പേരുണ്ട്. പക്ഷെ അവിടെ ഭയപ്പെടുന്ന ഒരു പ്രവാചകനല്ല ജെറമിയ. ധീരതയോടെ അവിടെ നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ പൊരുതുകയാണ് ദൈവജനത്തിന് വേണ്ടി. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ജെറമിയ പറഞ്ഞതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്. തങ്ങളുടെ നഗരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും പോവുകയില്ല, ഇത് ദൈവത്തിൻ്റെ നഗരമാണെന്ന് പറഞ്ഞിരുന്ന നഗരം കത്തിച്ചാമ്പലാകുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗവും കൂടെയാണ്. ആർക്കും മാറ്റിമറിക്കാൻ പറ്റാത്ത ഒരു ചരിത്രം തന്നെ അവിടെ നിൽപ്പുണ്ട്. നബൂഖദ്നേസർ രാജാവ് വരികയും 3 പ്രാവശ്യമായിട്ട് ജെറുസലേം, യൂദയ എല്ലാം ആദ്യം വടക്കൻ ഭാഗം മുഴുവൻ കീഴ്പ്പെടുത്തി അധീനതയിലാക്കി, പിന്നീട് യൂദയ മുഴുവൻ കീഴ്പ്പെടുത്തി അടിമത്തത്തിലേക്ക് സദക്കിയ രാജാവിൻ്റെ കണ്ണും ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാണേണ്ട അവസ്ഥ ഈ പ്രവാചക ദൗത്യത്തിൻ്റെ ഇടയിൽ ഇവർക്കെല്ലാം ഉണ്ടാകുന്നുണ്ട്.
ദൈവത്തിൻ്റെ ശബ്ദത്തേക്കാൾ കള്ളപ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പറ്റം ജനങ്ങൾ അന്ന് ഇസ്രായേൽ ജീവിച്ചിരുന്നു എങ്കിൽ ഇന്നും ഒരു പരിധി വരെ ഇതൊക്കെയാണ് മനുഷ്യർക്ക് ഇഷ്ടം. നന്മ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ എല്ലാം ഒരു ശ്രേഷ്ഠതയുടെ ഒരു സുവിശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്ന ഒരു സുവിശേഷം, അത് ഇന്നും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നീതിമാനാണ്, കാരുണ്യവാനുമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യാനോ കാരുണ്യത്തെ ചോദ്യം ചെയ്യാനോ നമുക്ക് അവകാശമില്ല. നമ്മളുടെ കഴിവിൻ്റെ അങ്ങേയറ്റം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവനീതിയിൽ മനസ്സുറപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രം മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്. അതിന് അന്ന് ജെറമിയായിലൂടെ അല്ലെങ്കിൽ ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചെങ്കിൽ ഇന്ന് കൃത്യമായിട്ട് ദൈവം സഭയിലൂടെ സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് പലപ്പോഴും ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിലൂടെ തന്നെ മലാക്കി പ്രവചനത്തിലൊക്കെ തൻ്റെ ജനത്തിനെ നേരെ നയിക്കേണ്ട ഇടയന്മാർക്കും തെറ്റുപറ്റുന്നു എന്നോർത്ത് വിലപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ഒരു ദൗത്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞ എല്ലാ മനുഷ്യർക്കും ഒരു ദൗത്യമുണ്ട്. അധാർമികതയും അനീതിയും മന്ത്രവാദവും അതുപോലെ തന്നെ സർവ്വ തിന്മകളും നടമാടുന്ന കാലഘട്ടത്തിൽ ആമോസ് പ്രവാചകനെ പോലെയൊക്കെ നീതി നദി പോലെ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനാണ്. കാണുന്നതൊന്നും നീതിയല്ല, കള്ളത്രാസ്, അനീതി, അതെവിടെയാണ്? എല്ലാ മേഖലകളിലും. നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ആമോസ് പ്രവാചകൻ്റെ കാലഘട്ടത്തിൻ്റെ ഏതാണ്ടൊരു സാദൃശ്യം ഈ കാലഘട്ടത്തിലുമുണ്ട്. രാഷ്ട്രീയ തലത്തിൽ അനീതി, അതുപോലെ തന്നെ നീതിന്യായ കോടതികളിൽ അനീതി. പ്രവാചകൻ പറയുന്ന വാക്കുകളാണ്. എല്ലായിടത്തും അനീതിയാണ്, കള്ളത്രാസുകളെ കാണാനുള്ളൂ. സാമൂഹ്യ സാംസ്കാരിക മതപര രാഷ്ട്രീയ മേഖലകൾ മുഴുവൻ അനീതി കൊണ്ട് നിറയുന്നു. നീതി നടപ്പാക്കാൻ വേണ്ടി ആർക്കും ആഗ്രഹമില്ല, ഇഷ്ടമില്ലെന്നായി. അവിടെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്താണ്? നീതി സമർത്ഥമായി ഒഴുകുന്ന നദി പോലെ ഉണ്ടാകണമെന്നാണ്. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്ന നമ്മുടെ ഡ്യൂട്ടിയും അതുതന്നെയാണ് എന്നുള്ളതാണ് ഈ പ്രവചന പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ചാണ് ദൈവം തൻ്റെ ജനതയെ നയിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച് പ്രവാചകന്മാരിലൂടെ സംസാരിക്കും. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ദൈവം പലരെയും ഉയർത്തിക്കൊണ്ട് വരും ദൈവജനത്തിനെ നേരായ വഴിക്ക് നയിക്കാൻ. അവർ വഴി തെറ്റിപ്പോകുമ്പോഴാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. കാരണം ഇടയന് വഴിതെറ്റുമ്പോൾ അനേകം ആടുകളും ആ പുറകെ പോകും. അവിടെ ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും എല്ലാം നമ്മൾ കാണുന്ന വലിയൊരു സംഭവമുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെയൊക്കെ പുസ്തകത്തിൽ ശക്തമായി അതിനെ നമുക്ക് കാണാൻ പറ്റും. പ്രവാസത്തിൽ കഴിയുന്ന എസെക്കിയേൽ പ്രവാചകൻ ബാബിലോണിലാണ്, പ്രവാസത്തിലാണ്. പ്രവാചകന് വലിയ നിരാശയാണ് എസെക്കിയേൽ പ്രവാചകൻ. കാരണം എന്താണ്? ജെറുസലേമിൽ നിന്ന്, ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്ന് പോരേണ്ടി വന്നു. ഇവരുടെ എല്ലാം വിശ്വാസം, അല്ലെങ്കിൽ ഒരു പരിധിവരെ യഹൂദ വിശ്വാസം തന്നെ അവരുടെ സ്വന്തം ദൈവമാണത്. അതവർക്ക് വിശ്വാസമുണ്ട്, അവരുടെ ദൈവമാണ്. വേറെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രവാസത്തിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പോലും വിശ്വസിക്കാൻ ഇവരാരും തയ്യാറുമല്ലായിരുന്നു. അവിടെ ദൈവം ഒരു സാർവത്രിക രക്ഷയെ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രവാചകന്. ഏബാർ നദീതീരത്ത് ബാബിലോണിലിരിക്കുന്ന പ്രവാചകൻ ജെറുസലേമിൻ്റെ ദർശനം കാണുകയാണ്. അതിനർത്ഥം ലോകത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ സ്ഥലമോ കാലമോ സമയമോ ഒന്നും ബാധകമല്ല. അതൊരു സ്ഥലത്തിൻ്റെ മാത്രമോ ഒരു പ്രദേശത്തിൻ്റെ മാത്രമോ ഒരു കൂട്ടരുടെ സമൂഹത്തിൻ്റെ മാത്രം ദൈവമല്ല, ദൈവം എല്ലാവരുടെയുമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് എസെക്കിയേൽ പ്രവചനത്തിൽ കാണാൻ പറ്റുന്നത്. പ്രവാചകൻ അവിടെ ദൈവത്തിൻ്റെ സന്ദേശം, അതായത് ദർശനങ്ങളിലൂടെ, പ്രവാചകനെ നടത്തുന്നതൊക്കെ ദർശനങ്ങളിലൂടെയാണ്, വിവിധ തരം ദർശനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് കാണുന്ന സത്യം എന്താണ്? വീണ്ടും ജെറുസലേം പുനഃസ്ഥാപിക്കപ്പെടും. ദേവാലയത്തിൽ നിന്നുള്ള അരുവി, ആഴമേറിയ അരുവി, അത് ഫലപുഷ്ടമാക്കി എല്ലായിടത്തേക്കും വ്യാപിക്കും. പ്രവാചകന്മാരുടെ എല്ലാം ദൗത്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ശക്തമായി അവർ സംസാരിക്കും, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സംസാരിക്കും, ദൈവജനത്തിനെ കർത്താവിൻ്റെ ദിനത്തെപ്പറ്റി ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ പാപത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും വരാൻ പോകുന്ന പരിണിത ഫലം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ദൈവജനം അതനുസരിക്കാതെ വലിയ ദുരന്തത്തിലേക്കോ പ്രതികൂലത്തിലേക്കോ കടന്നു പോകുമ്പോൾ അവിടെ അവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുന്ന പ്രവചനങ്ങളാണ് പിന്നീട് പലപ്പോഴും കാണുന്നത്.
അതിൽ നമുക്കറിയാം സെഫാനിയ പ്രവാചകൻ്റെയൊക്കെ പുസ്തകത്തിൽ ആദ്യം വളരെ ശക്തമായ പ്രവചനമാണ് നടത്തുന്നതെങ്കിൽ അവസാനിക്കുന്ന വാക്കുകളിൽ സിയോൻ പുത്രി ആനന്ദിക്കൂ, ആർപ്പ് വിളിക്കൂ, നിനക്കെതിരെയുള്ള വിധി പിൻവലിച്ചിരിക്കുന്നു. വലിയ വിധി ആദ്യം തുടങ്ങുന്നത്, കർത്താവ് വിധിയാളനായി വരും, നിങ്ങളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുമ്പോൾ 3 അധ്യായത്തിൻ്റെ അകത്ത് അവസാന ഭാഗം വരുമ്പോൾ സിയോൻ പുത്രി ആനന്ദഗീതം ആലപിക്കൂ, ജെറുസലേം പുത്രി ആഹ്ലാദിക്കൂ. എന്തുകൊണ്ട്? നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിന്നെ രക്ഷിക്കും, സിയോനെ തകർത്ത് കളയില്ല. അപ്പോൾ പ്രത്യാശയിലേക്ക് ജനങ്ങളെ നയിക്കുകയാണ്. ഈ പ്രത്യാശ എവിടെയാണ്? ക്രിസ്തുവിലാണ് പ്രത്യാശ. പല പ്രവചന ഗ്രന്ഥങ്ങളിലും, പ്രത്യേകിച്ച് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പ്രവചനത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി നല്ല ഇടയനായി, ഇടയന്മാർക്ക് തെറ്റിയതുകൊണ്ട് ദൈവം തന്നെ ഇടയനായി വരുമെന്ന് സക്കറിയ പ്രവചനം പറയുകയാണ്. നല്ല ഇടയനായ ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നുണ്ട്. പിന്നീട് പ്രവചനത്തിൽ ക്രിസ്തു അനുഭവിച്ച പീഡകളിലേക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കുത്തിയവെങ്കിലേക്ക് അവരെല്ലാം നോക്കും. വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ 2ാം വരവിനെ സക്രിയ പ്രവചനം കാണിക്കുന്നുണ്ട്. ഒലിവുമല അന്ന് എങ്ങനെ കർത്താവിനെ സ്വീകരിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അവിടെയെല്ലാം അവസാനിപ്പിക്കുമ്പോൾ പ്രത്യാശ നൽകി സിയോനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ പകർന്നു കൊടുത്തുകൊണ്ടാണ് ഈ പ്രവചന പുസ്തകങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അവസാന ഭാഗം വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ പ്രത്യാശയായ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും വലിയ ദൗത്യമുണ്ട്. എന്നാൽ പലരും ഈ പ്രവചന പുസ്തകങ്ങളുടെ ആധികാരികതയോ അവർ ഏത് കാലഘട്ടത്തിൽ ആരോട് പറഞ്ഞെന്നോ എന്തിനു വേണ്ടി പറഞ്ഞെന്നോ എന്താ ഒരു ഉദ്ദേശമെന്നോ യാതൊരു ബോധ്യവുമില്ലാതെ ഏതെങ്കിലും ഒരു ലൈൻ എടുത്തിട്ട് നിശബ്ദരായി അല്ലെങ്കിൽ നല്ല ശാന്തമായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരോട് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിഗ്രഹാരാധനയെ മുഴുകിയിരുന്ന ജനത്തോട് പറയുന്ന അതേ വാക്കെടുത്ത് വ്യാഖ്യാനിച്ച് പലരും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റും. ഉദാഹരണം പറഞ്ഞാൽ എസെക്കിയേൽ പ്രവാചകൻ അന്ന് ഈ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എപ്പോഴാണ്, എന്തുകൊണ്ടാണ്? ജെറമിയ പറയുകയാണ് നിങ്ങൾക്ക് വലിയ നാശം വരാൻ പോവുകയാണ്. അതിൽ ഒരൊറ്റ വാക്കെടുത്തിട്ട് ജെറമിയ പറഞ്ഞു, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം, വലിയ നാശത്തിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു, 7 തലമുറ നിങ്ങളത് അനുഭവിക്കും. ആരോട് പറഞ്ഞു? ജെറമിയ. ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു ജെറമിയ? ഇവർ വിഗ്രഹാരാധനയിൽ മുഴുകി അന്യദേവന്മാരുടെ കൂടെ നടക്കാൻ ചരിക്കുന്നു, ദൈവത്തെ മറക്കുന്നു, പ്രവാചക ശബ്ദം കേൾക്കുന്നില്ല. അവിടെയാണ് പറഞ്ഞത് നിങ്ങൾ ബാബിലോണിൽ പോവുകയും ചെയ്യും, 7 തലമുറ അവിടെ താമസിക്കേണ്ടിയും വരും, വലിയ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ദൈവം അനുസരിച്ചില്ലെങ്കിൽ. അത് സാധാരണക്കാരുടെ ഒരു സമൂഹത്തിൽ ചെന്നിട്ട് ദൈവവും ആയിട്ട് അഭേദ്യമായ ബന്ധമുള്ള ദൈവത്തെ മാത്രം ആരാധിക്കുന്ന നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യരുടെ അടുത്ത് ചെന്നിട്ട് പ്രത്യാശ പകരേണ്ട സുവിശേഷത്തിന് പകരം 7 തലമുറ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കണ്ടില്ലേ, നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് ആ പ്രവചന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പോലും മനസ്സിലാകാതെ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രതികൂലവും തിക്താനുഭവങ്ങളും ഉണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് ദൈവസ്നേഹത്തിനെ പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞാലും സന്തോഷത്തോടെ മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ പ്രവചന പുസ്തകങ്ങൾക്കെല്ലാം അതിൻ്റേതായ ആധികാരികതയുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു, കാലഘട്ടത്തിൻ്റെ ബേസിലാണ് അവർ ദൗത്യം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇന്നും സ്വീകരിക്കേണ്ട വചനങ്ങൾ തന്നെയാണ്. എന്നാൽ അതൊരൊറ്റ വാക്കെടുത്തുകൊണ്ട് നമ്മളതിനെ വ്യാഖ്യാനിച്ച് ഇന്ന് യാതൊരു ബന്ധവുമില്ലാത്തൊരു സമൂഹത്തോടാണ് അത് പറയുന്നതെങ്കിൽ അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അപൂർണത വരും എന്നുള്ളതിന് സംശയമേ വേണ്ട. പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഏൽപ്പിക്കുന്നതാണ്. ആ ദൗത്യം കൃത്യമായി നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അതിൽ വളരേണ്ടതുണ്ട് എന്നുള്ള സംശയമില്ല. ഉദാഹരണം, ജോയേൽ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ പറഞ്ഞു, അവസാന നാളുകളിൽ സകലരിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിക്കും. അത് യഹൂദ വിശ്വാസത്തിൽ കേൾക്കാത്ത ഒരു ശബ്ദമാണ്. യഹൂദന്മാർ അവരുടെ മാത്രം ദൈവാത്മാവും ദൈവവുമായിട്ട് ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും, ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും എല്ലാം കിട്ടും എന്ന് പറയുന്ന ജോയേൽ പ്രവചനം അവസാന നാളുകളിൽ സകലരിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കും. നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മാവാൽ നിറയും, നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവജനങ്ങൾക്ക് ദർശനങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനം തന്നെ എടുത്താണ് പത്രോസ്ലീഹ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്നത് തന്നെ, സഭയുടെ ആരംഭം തന്നെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ. അപ്പോൾ ചില പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും. ക്രിസ്തുവിന് വേണ്ടി പറഞ്ഞ പല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തു വന്നത്. എന്നാൽ
ഓരോ വാക്ക് എടുത്ത് അത് യാതൊരു ബന്ധവുമില്ലാത്ത സമൂഹത്തിലെ ചില സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ വ്യാഖ്യാനം അവനോനിഷ്ടമുള്ളതുപോലെ കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമോ ലക്ഷ്യമോ മനസ്സിലാകാതെ ആ ബൈബിളിൻ്റെ ആ പുസ്തകത്തെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാതെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടാം. അതിനേക്കാൾ ഉപരി അതിന് കിട്ടേണ്ട നന്മയേക്കാൾ ഉപരി അതിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാചക ദൗത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്മാരുടെ എല്ലാം ദൗത്യം ദൈവത്തിൻ്റെ സന്ദേശം കൃത്യമായി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിൻ്റെ അകത്തും പ്രധാന ഉദ്ദേശം എന്താണ്? ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹാരാധനയ്ക്കെതിരെയും ഇസ്രായേൽ ജനത്തിൻ്റെ അവിശ്വസ്തതയ്ക്കെതിരെയും ഹോസിയ പ്രവാചകനൊക്കെ തൻ്റെ ജീവിതം കൊണ്ടാണ് ഈ അവിശ്വസ്തതയെ തെളിയിച്ച് കാണിക്കുന്നത്. എത്ര സ്നേഹിച്ചിട്ടും തന്നെ ഉപേക്ഷിക്കുന്ന ഭാര്യയെയൊക്കെ കാണിച്ച് ജീവിച്ച് കാണിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക ലക്ഷ്യങ്ങളിലൂടെ ദൈവം നടത്തുന്ന പ്രവാചകന്മാർ എന്ത് ചെയ്തു എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് എസെക്കിയേലിനെയൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ വചനത്തിൻ്റെ ചുരുൾ ഭക്ഷിക്കുന്ന എസെക്കിയേലിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏശയ്യാ പ്രവാചകനെ ദൈവം ദൗത്യത്തിലേക്ക് എടുക്കുമ്പോൾ അഗ്നി കൊണ്ട് നാവിനെ ശുദ്ധീകരിച്ച് വചനത്തെ നിക്ഷേപിക്കുന്നത് കാണാൻ പറ്റും. ജെറമിയായിക്ക് നാവിൽ വചനം നിക്ഷേപിച്ച് കൊടുക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. ഓരോ പ്രവാചകന്മാർക്കും പ്രത്യേക ദൗത്യവും അതിനുവേണ്ടി ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന പ്രത്യേക ഉദ്ദേശ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ലോകത്തോട് അറിയിക്കേണ്ട ചുമതലയാണ് ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അത് സഭയിലൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സഭയിലൂടെ ആ ദൗത്യം നടന്നുകൊണ്ടേയിരിക്കുക. തീർത്ഥാടക സഭയാണ്. അതിൻ്റെ യാത്രയിലൂടെയാണ് നമ്മളെല്ലാവരും. ആ യാത്രയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന അനേകം സഹോദരങ്ങളെ ദൈവ പദ്ധതിയോട് ചേർക്കാനും ഈ രക്ഷാകര പദ്ധതിയെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനും ക്രിസ്തു രക്ഷകനാണെന്നുള്ള ബോധ്യം ഇവർക്കിലേക്ക് പകർന്നു കൊടുക്കാനും ആ രക്ഷയുടെ സന്ദേശം അറിയാത്തവരിലേക്കെല്ലാം എത്തിക്കുവാനും എല്ലാമുള്ള കടപ്പാടും അതുപോലെ തന്നെ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അതിനു പകരം പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് സഭയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, ദൈവ ശുശ്രൂഷകർക്കെതിരെ സംസാരിക്കുമ്പോൾ, ദൈവവചനത്തിനെതിരെ സംസാരിക്കുമ്പോൾ അതിനെ കൂട്ടുപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ക്രിസ്ത്യാനിയുടെ ദൗത്യം മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ എത്ര വലിയ അപകടമാണ് അതിൽ സംഭവിക്കാൻ പോകണമെന്ന് നമ്മൾ ഓർക്കണം. നമ്മളോർക്കും ഇസ്രായേൽ വിഗ്രഹാരാധന കൊണ്ടാണ് ഇതെല്ലാം അനുഭവിച്ചതെന്ന്. നമുക്ക് ജീവിതത്തിൽ അനേകം വിഗ്രഹങ്ങളുള്ളവരെ ഇസ്രായേലിന് ഒരു ബിംബമായിരുന്നു വിഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാലോ അല്ലെങ്കിൽ രാജാക്കന്മാരുണ്ടാക്കുന്ന ദേവന്മാരോ ആണ് വിഗ്രഹമെങ്കിൽ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനേകം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ്. ചിലരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിഗ്രഹമായിരിക്കും അവരുടെ ജോലി. ഉണ്ണാനും ഉറങ്ങാനും പ്രാർത്ഥിക്കാനും ഒന്നും സമയമില്ലാതെ രാവും പകലും ഇല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെ നോക്കിയിട്ട് ഹഗായി പ്രവചനത്തിലൊരു പ്രവചനമുണ്ട്. ഹഗായി 1:9, നീ ഏറെ തേടി കുറച്ചേ കിട്ടിയുള്ളൂ. ആ കുറച്ച് കിട്ടിയതുകൊണ്ട് നീ നിൻ്റെ വീട് പണിയാനായിട്ട് പോയി. എൻ്റെ ആലയം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് നീ കണ്ടില്ല. ഞാനതുകൊണ്ട് നിൻ്റെ ഈ തേടി പിടിച്ചതിൻ്റെ കുറച്ചൊക്കെ ഊതിപ്പറപ്പിച്ച് കളയും. എന്താണ് കാര്യം? അതും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഹഗായി പ്രവാചകൻ പറയുന്നതാണ്. എന്താണ്? ജെറുസലേമിൽ ദേവാലയം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവജനത്തിന് ദേവാലയം വേണമെന്നൊന്നും ഒരു ആഗ്രഹവും ഇല്ല. പണിയാൻ തുടങ്ങുന്നവരെ തടസ്സപ്പെടുത്തുകയാണ്. അവിടെയാണ് ആ പ്രവചനം പറയുന്നത്, എൻ്റെ ആലയം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, അവിടെ ആരാധനകളില്ലെന്നായി. എന്നാൽ നിനക്കിത് ഈ കാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല. നീ നിൻ്റെ വീട് പണിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ നമ്മുടേതായിട്ട് സ്വന്തമാക്കി എടുക്കാം. ദൈവത്തിൻ്റെ ആലയം എന്താണ്? പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ അറിയുവിൻ, നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മുടെ സ്വന്തമാക്കി ഈ വചനത്തെ എടുക്കാം. നമ്മുടെ സഹോദരങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരിൽ ദൈവത്തെ കാണുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുന്നത്. അവിടെ നമുക്ക് കിട്ടിയതിൻ്റെ ഒരു അംശം അവരെ കരുതാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ആ മലാക്കി പ്രവചനത്തിൽ അത് കൃത്യമായി പറയുകയാണ്, ദശാംശങ്ങളും കാഴ്ചകളും എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരൂ. സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കും. ഒരു ദേവാലയം വെഞ്ചിരിക്കുമ്പോൾ മെത്രാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഈ ദേവാലയം ഈ നാടിൻ്റെ അനുഗ്രഹമായി മാറണമെന്നാണ്. അനേകർക്ക് അഭയകേന്ദ്രമായി മാറണമെന്നാണ്. ദൈവത്തിൻ്റെ ആലയം അനേകരുടെ അഭയകേന്ദ്രമാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവൻ്റെയും അനാഥൻ്റെയും ഒക്കെ. അവിടെ വരുമ്പോൾ സമാധാനത്തോടെ തിരിച്ചു പോകാൻ, പട്ടിണിയുള്ളവനാണെങ്കിൽ വിശപ്പ് മാറ്റാൻ, രോഗബാധിതനാണെങ്കിൽ സൗഖ്യത്തിൻ്റെ കരങ്ങൾ എങ്ങനെയൊക്കെ അവിടെ പ്രകടമാകാവോ അതെല്ലാം കിട്ടാൻ
അവന് അർഹതയുണ്ട്. ദൈവത്തിൻ്റെ ആലയം അതിനുവേണ്ടിയുള്ളതാണ്. പിന്നീട് ഈ പ്രവാചക പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ദേവാലയത്തിനും ദൈവാരാധനയ്ക്കും എത്രമാത്രം ശക്തമായ പ്രേരണയാണ് പ്രവാചകന്മാർ നൽകുന്നതെന്ന്. കാരണം ദൈവത്തിൻ്റെയും ദൈവാലയത്തിൻ്റെയും ദൂരയിലിട്ട് മനുഷ്യൻ പോകും തോറും അവൻ്റെ ജീവിതത്തിൽ ധാർമ്മികത നഷ്ടപ്പെടും, നീതി നഷ്ടപ്പെടും, അവന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ വരും, ഇതെല്ലാം വരും. കാരണം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കൃപയുണ്ട്, ദേവാലയത്തിൽ നിന്ന് വരുന്ന ഒരു അരുവിയുണ്ട്. അതിവനെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും സത്യസന്ധതയിലും നീതിയിലും എല്ലാം വളർത്തുന്നതാണ് ആ അരുവി. അപ്പോൾ ദൈവാലയത്തിൻ്റെ പ്രത്യേകതകൾ, പല പ്രവാചകന്മാരുടെയും പ്രവചനത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ദേവാലയവും ദൈവവുമായിട്ട് ദൈവജനത്തെ ബന്ധിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. പലരും പല കാലഘട്ടത്തിലും ചോദിക്കുന്നുണ്ട്, ഇന്നും ചോദിക്കുന്നുണ്ട്, എന്തിനാ പള്ളിയൊന്നും ഇല്ലല്ലോ, എന്താ കുഴപ്പം? പക്ഷേ ദൈവത്തിൻ്റെ ആലയം, ദൈവം വസിക്കുന്ന ആലയം പരിശുദ്ധം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആലയത്തിൽ മാത്രമാണോ ദൈവം വസിക്കുന്നത്? അങ്ങനെ നമുക്ക് ചോദിക്കാം. ദൈവം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്. എന്നാൽ ദൈവജനത്തിന് ആരാധന നടത്താൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ അതിനുവേണ്ടിയുള്ള ആലയമാണ് ദൈവാലയം. ബലികൾ അർപ്പിക്കേണ്ട ആലയമാണ് ദൈവാലയം. അതിൻ്റെ മാഹാത്മ്യം തന്നെയുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് പരിശുദ്ധ കുർബാന നടത്താൻ പറ്റിയില്ല. അതിനുവേണ്ടിയാണ് ദൈവാലയം. അപ്പോൾ ദൈവത്തിൻ്റെ ആലയവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ ദിനവും നീതി നടപ്പാക്കുന്ന നീതിസൂര്യനായ കർത്താവും പ്രവാസ കാലഘട്ടത്തിൽ പ്രത്യാശ പകർന്ന സന്ദേശങ്ങളും പ്രവാസത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ദൈവജനത്തെ ഉദ്ബോധിപ്പിച്ച സന്ദേശങ്ങളും പ്രവചനങ്ങളും, എന്നാൽ പ്രവാസാനന്തരം ദൈവജനത്തെ വീണ്ടും വിശ്വാസത്തിൽ അടിയുറപ്പിക്കുന്ന സന്ദേശങ്ങളും എല്ലാം അടങ്ങുന്ന പ്രവചന ഗ്രന്ഥങ്ങളാണ് നമ്മൾ കാണുന്നത്. അനേകം പ്രവാചകന്മാർ പുസ്തകം എഴുതാത്തവർ വേറെയുമുണ്ട്, പ്രവാചക ദൗത്യം നടത്തിയവർ. അവരുടെ പേരിൽ പുസ്തകമില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ അന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചെങ്കിൽ ഇന്ന് നമ്മളിലൂടെയും ദൈവം സംസാരിക്കുന്നുണ്ട്. അത് അനേകർക്ക് അഭയമാകണം, അനേകർക്ക് രക്ഷയുടെ സന്ദേശം പകർന്നു നൽകുന്നതാകണം. അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നീതിസൂര്യനായ ക്രിസ്തുവിനെ അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ ദൗത്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധനാം ദൈവമേ ആരാധന, പരിശുദ്ധനാം ബലവാനെ ആരാധന, പരിശുദ്ധനാം ദൈവമേ ആരാധന, പരിശുദ്ധനാം ബലവാനെ ആരാധന, പരിശുദ്ധനാം അമർത്യനെ ആരാധന, നിത്യസ്തുതിക്കെന്നും യോഗ്യമായിടും ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന ആരാധന ദൈവമേ ആരാധന. ആരാധന ആരാധന പരിശുദ്ധ ത്രിത്വമേ ആരാധന. യഹോവയാം ദൈവമേ ആരാധന, റാഫായിൻ ദൈവമേ ആരാധന, ഷമ്മായിൻ ദൈവമേ ആരാധന, ശാലോം
രാജനെ ആരാധന. യഹോവയാം ദൈവമേ ആരാധന. റാഫായൻ ദൈവമേ ആരാധന. ഷമ്മായൻ ദൈവമേ ആരാധന. ശാലോമിൻ രാജനെ ആരാധന. ആരാധന ആരാധന പ്രിയ ദൈവമേ ആരാധന. ആരാധന ആരാധന പരിശുദ്ധ ത്രിത്വമേ ആരാധന. കാരുണ്യവാരിധേ ആരാധന. പാപവിമോചക ആരാധന. മാനവരക്ഷക ആരാധന. ഉദ്ധിതനാം യേശുവേ ആരാധന. കാരുണ്യവാരിധേ ആരാധന. പാപവിമോചക ആരാധന. മാനവരക്ഷക ആരാധന. ഉദ്ധിതനാം യേശുവേ ആരാധന. ആരാധന ആരാധന പ്രിയ ദൈവമേ ആരാധന. ആരാധന ആരാധന പരിശുദ്ധ ത്രിത്വമേ ആരാധന. പരിശുദ്ധനാം ദൈവമേ ആരാധന. പരിശുദ്ധനാം ബലവാനെ ആരാധന. പരിശുദ്ധനാം ദൈവമേ ആരാധന. പരിശുദ്ധനാം ബലവാനെ ആരാധന. പരിശുദ്ധനാം അമർത്യനെ ആരാധന. നിത്യസ്തുതിക്കെന്നും യോഗ്യമായിടും ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന ആരാധന പ്രിയ ദൈവമേ ആരാധന. ആരാധന ആരാധന പരിശുദ്ധ ത്രിത്വമേ ആരാധന. പുറപ്പാട്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.